പോവുകയാണ്. എല്ലാവർക്കും ദൈവം ആശ്വാസം പകരട്ടെ. ഞങ്ങളുടെ പ്രത്യാശയുടെ കർത്താവേ, സ്വർഗീയരാജാവേ, ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മരണം എന്നത് കർത്താവേ നാശമല്ല എന്നും സ്വർഗീയവാസത്തിന്റെ ആദ്യപടിയാണ് മരണമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് ഭാരപ്പെടാനായിട്ടൊന്നുമില്ല. ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരാകുന്നു. സമാധാനത്തോടെ അവർ കർത്താവ് എത്തിച്ചേരുവാനായിട്ട് ഞങ്ങളുടെ ഈ ഭൂമിയിലെ വാസം ഞങ്ങൾക്ക് അതിനിടയാക്കണമേ. ഞങ്ങൾ ഈ ഒരു ദിവസം എപ്പോഴായാലും ഞങ്ങൾ മരിക്കും. അതേത് സമയത്ത് മാത്രമാണ് ഞങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുവാനുള്ള കൃപ തരണേ കർത്താവെ. പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മധ്യവയസ്കരും ഏറ്റവും കർത്താവെ സമ്പത്തുള്ളവരും പാവപ്പെട്ടവരും എല്ലാം ഒരു ദിവസം മരണത്തെ ഫേസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അതിനായിട്ട് ഒരുങ്ങുവാൻ കർത്താവ് ഞങ്ങളെ ഒരു സഹായികളെല്ലാം ദൈവമേ നിറപടിയായി അവിടെ നിവർത്തി കൊടുക്കണമേ കർത്താവെ. കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ ഉള്ള കൃപ ദൈവം കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിൽ ആദ്യ അവസാനം കൃപ ഭരിച്ചു നടത്തണമേ കർത്താവെ. എല്ലാ പ്രകാരവും നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ദൈവമേ. ഇന്ന് ദുഃഖത്തിലിരിക്കുന്ന അനേക ഭവനങ്ങളുണ്ട്, അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിച്ചു കൊള്ളണമേ കർത്താവ്. മരണം വഴിയായി ദുഃഖിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, അവർക്കൊക്കെ ദിവ്യ സമാധാനത്താൽ നിറയ്ക്കണമേ ദൈവം. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെ തുടച്ച് നിന്റെ നിത്യരാജ്യത്തിലെത്തും വരെയും പ്രത്യാശയോടെ ഭൂമിയിലായിരിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ഞങ്ങൾക്ക് സഹായിക്കണമേ. മഹത്വം സ്വർഗം എടുക്കണമേ കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശു കർത്താവിന്റെ പുനർനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശ്വസിപ്പിക്കണമേ. വയ്യാത്തായിരുന്നു.